നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊച്ചുമകന്റെ വെട്ടേറ്റ് മുത്തശ്ശൻ കൊല്ലപ്പെട്ടു. ദേശമംഗലം പഞ്ചായത്തിലെ എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളേരിപ്പടി വീട്ടിൽ 76 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. പ്രതി രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ആൽത്തറ സ്വദേശിനി 24 വയസ്സുള്ള ആദിത്യയ്ക്കാണ് പരിക്കേറ്റത്. ബസ് ഡ്രൈവറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിലും അറസ്റ്റ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ചുറ്റമ്പലത്തിനുള്ളിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ ആഘോഷം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ശീവേലി നേരത്തെ പൂർത്തിയാക്കിയ ശേഷം 6 മണിയോടെ ഇല്ലം നിറ ചടങ്ങുകൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. കൊച്ചുമകന്റെ വെട്ടേറ്റ് മുത്തശ്ശൻ കൊല്ലപ്പെട്ടു. ദേശമംഗലം പഞ്ചായത്തിലെ എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളേരിപ്പടി വീട്ടിൽ 76 വയസ്സുള്ള അയ്യപ്പനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. അയ്യപ്പന്റെ മകളുടെ മകൻ രാഹുലാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവ് മാനസിക രോഗിയാണെന്ന് പറയുന്നു. വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ്, ഉന്നത വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം, വാർഡംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. കൊലപാതകം കാലത്ത് ഒരു 6:30 ശേഷം ആണ് ഉണ്ടായിട്ടുള്ളത്. മരിച്ച അയ്യപ്പേട്ടൻ്റെ മകളുടെ മകനാണ് ചെയ്തിട്ടുള്ളത്. അവന് മാനസിക രോഗിയാണെന്നാണ് പറയുന്നത്. കാലത്ത് അയ്യപ്പേട്ടനും ഭാര്യയും എല്ലാവരും കൂടി അവന് കഴിക്കാനുള്ള ഭക്ഷണം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതാണ്. അതിനിടയിലാണ് കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. കോടും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരെയും കാത്തിരിക്കുകയാണ്. അവർ കൂടി വന്നതിന് ശേഷം മേൽ നടപടി സ്വീകരിക്കാമെന്നാണ് പോലീസ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ പുറത്തേക്ക് ഇറങ്ങേണ്ട വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിച്ച സ്വകാര്യ ബസ് ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ആൽത്തറ സ്വദേശിനി 24 വയസ്സുള്ള ആദിത്യയ്ക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സാണ് തെറ്റായ ദിശയിൽ വന്ന യുവതിയെ ഇടിച്ചത്. പരിക്കേറ്റ യുവതിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കുന്നംകുളം മുനിസിപ്പാലിറ്റിക്ക് സമീപത്തെ വൺവേയിലും ഈ സ്വകാര്യ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ച് അപകടം നടത്തിയിരുന്നു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ പുറത്തേക്ക് ഇറങ്ങേണ്ട വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച സ്വകാര്യ ബസ് ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ബസ് ഡ്രൈവറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം കിഴൂർ സ്വദേശി മുരളീകൃഷ്ണനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സാണ് തെറ്റായ ദിശയിൽ വന്ന യുവതിയെ ഇടിച്ചത്. പരിക്കേറ്റ യുവതിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കുന്നംകുളം മുനിസിപ്പാലിറ്റിക്ക് സമീപത്തെ വൺവേയിലും ഈ സ്വകാര്യ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ച് അപകടം സംഭവിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനും നിയമലംഘനത്തിനുമെതിരെ പോലീസ് മോട്ടോർ വാഹന വകുപ്പും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് കോടമുക്ക് സ്വദേശി 36 വയസ്സുള്ള ഫൈസലിനെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ചയാണ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞ് തകർത്തത്. യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എരുമപ്പെട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം. ചുറ്റമ്പലത്തിനുള്ളിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തി തുറന്നിട്ടുള്ളത്. ക്ഷേത്രത്തിൽ പുലർച്ചെ എത്തിയ മേൽശാന്തിയാണ് സംഭവം ആദ്യം കാണുന്നത്. 5000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പരാതി നൽകിയതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. രാവിലെ ശീവേലി നേരത്തെ പൂർത്തിയാക്കിയ ശേഷം 6 മണിയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ശനിയാഴ്ച ക്ഷേത്രത്തിനു പുറത്ത് ഒരുക്കിവച്ചിരുന്ന കതിർക്കറ്റകൾ അവകാശികളായ അഴീക്കൽ മനയം കുടുംബങ്ങളിലെ അംഗങ്ങൾ തലയിലേറ്റി കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനു മുന്നിൽ അരിമാവണിഞ്ഞ നാക്കിലേൽ സമർപ്പിച്ചു. ശാന്തിയേറ്റ കീഴ്ശാന്തി തേലമ്പറ്റ നാരായണൻ നമ്പൂതിരി തീർത്ഥം തളിച്ച് കതിർക്കറ്റകൾ ശുദ്ധിവരുത്തി.
ഓട്ടുരുളിയിൽ സമർപ്പിച്ച ആദ്യ കതിർക്കറ്റ ശാന്തിയേറ്റ കിഴിശാന്തി വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരി ശിരസിലേറ്റി. കുത്തുവിളക്കുമായി പാരമ്പര്യ അവകാശി പുതിയടത്ത് ആനന്ദൻ അകമ്പടിയായി. ബാക്കിയുള്ള കതിർക്കറ്റകൾ 13 കിഴിശാന്തി ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ ശിരസിലേറ്റി നിരനിരയായി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് കൊടിമരച്ചുവട്ടിലെത്തിച്ചു. തന്ത്രിമാരായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മി പൂജ നടത്തി. ഒരു കതിർക്കറ്റ ഉരുളിയിലാക്കി ശിരസിലേറ്റി ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. ശേഷം കതിർക്കറ്റകൾ പട്ടിൽ പൊതിഞ്ഞ് ശ്രീലകത്ത് നിറച്ചു. ഉപദേവന്മാരുടെ ശ്രീകോവിലും നിറം നടത്തി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. സാധാരണ നമസ്കാര മണ്ഡപത്തിൽ നടക്കാറുള്ള ഇല്ലനിറ പൂജ ഇത്തവണ കൊടിമരച്ചുവട്ടിലാണ് നടത്തിയത്. ക്ഷേത്രത്തിനകത്ത് വിതരണം ചെയ്യാറുള്ള നെൽക്കതിരുകൾ ഇത്തവണ പുറത്താണ് വിതരണം ചെയ്തത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങുകളിൽ മാറ്റം വരുത്തിയതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇല്ലനിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ആഗസ്റ്റ് 28-ന് നടക്കും. പുതിയ നെല്ലിന്റെ അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ചടങ്ങാണിത്. CCTV ന്യൂസ്, ഗുരുവായൂർ. വെങ്കിടങ്ങ് കോറളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന നരസിംഹ മഹായജ്ഞത്തിന് സമാപനമായി. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന നരസിംഹ മഹായജ്ഞത്തിന് മാത്തൂർ ഗണേശ് അയ്യർ ആചാര്യനായിരുന്നു. വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രി ഇളങ്ങള്ളൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് നരസിംഹ മഹായജ്ഞത്തിന് തുടക്കമായത്. രാവിലെ 9 മണി മുതൽ 5:30 വരെ നാരായണീയ പാരായണവും നടന്നു. ആഗസ്റ്റ് 16-ന് രാവിലെ 5:30 മുതൽ ഗണപതി ഹോമവും രുദ്രാഭിഷേകവും മഹാസുദർശന ഹോമവും നടന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഭക്തി പ്രഭാഷണവും ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ഉഗ്ര നരസിംഹ പൂജയും നടന്നു. ചിങ്ങം 1-ന് രാവിലെ ഗണപതി ഹോമം, രുദ്രാഭിഷേകം, നവഗ്രഹ ഹോമം എന്നീ ചടങ്ങുകളും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഭക്തി പ്രഭാഷണവും 5-ന് സത്യനാരായണ പൂജയും നടന്നു. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, രുദ്രാഭിഷേകം, ത്രിപുരസുന്ദരി യാഗം, കന്യകാപൂജ, സുമംഗലി പൂജ എന്നിവയുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഭക്തി പ്രഭാഷണവും 5 മണി മുതൽ ത്രിപുരസുന്ദരി യാഗവും ശ്രീചക്ര പൂജയും നടന്നു. എല്ലാ ദിവസവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം ഊരാളൻ ഉള്ളന്നൂർ മന ബിജു തിരുമേനി, ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഷാജു പത്യാല, സുബ്രഹ്മണ്യൻ നടുപ്പുരയ്ക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി പൂക്കോട്ടുകുളം വീട്ടിൽ സനാഹുള്ളയ്ക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച പുലർച്ചെ 3:45-നായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിങ്ങം പിറന്നതോടെ ഗുരുവായൂരിൽ വിവാഹ തിരക്കേറി. 198 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. തിങ്കളാഴ്ച 43-ഉം 22-ന് 165-ഉം 28-ന് 140-ഉം വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 8-നാണ് കൂടുതൽ വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ 263 വിവാഹങ്ങൾ അന്നത്തേക്ക് ഷീട്ടാക്കി കഴിഞ്ഞു. വിവാഹം നടക്കുന്ന ദിവസവും ഷീട്ടാക്കാൻ കഴിയുമെന്നതിനാൽ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. തിരക്ക് പരിഗണിച്ച് ചൊവ്വാഴ്ച വരെയും 25 മുതൽ 28 വരെയും ദർശനത്തിന് ക്രമീകരണമുണ്ട്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP സ്പെഷ്യൽ ദർശനം ഉണ്ടായിരിക്കില്ല. ക്ഷേത്രത്തിൽ ദർശനത്തിനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി നെയ്വിളക്ക് ഷീട്ടാക്കിയ വകയിൽ 20,26,033 രൂപ ദേവസ്വത്തിന് ലഭിച്ചു. ഭക്തർ 16,41,240 രൂപയുടെ തുലാഭാരം നടത്തി. ഞായറാഴ്ച വഴിപാടിനത്തിൽ മാത്രമായി 62,57,164 രൂപയാണ് ദേവസ്വത്തിന് ലഭിച്ചത്. മന്നലാംകുന്ന് കടൽ തീരത്ത് ചെറിയ തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. ഫിലിം പൈലറ്റ് ഇനത്തിൽപ്പെട്ട ചെറിയ തിമിംഗലമാണ് കരയ്ക്ക് അടിഞ്ഞിട്ടുള്ളത്. ഞായറാഴ്ച രാവിലെ നടക്കാൻ ഇറങ്ങിയവരാണ് കണ്ടത്. 3 അടിയോളം നീളമുള്ള ചെറിയ തിമിംഗലം മത്സ്യബന്ധന ഉപകരണത്തിൽ തട്ടിയോ കുടുങ്ങിയോ ചത്തതാകാം എന്നാണ് കരുതുന്നത്. മറവ് ചെയ്താൽ മറ്റ് നിയമ നടപടികൾ ഉണ്ടാകും എന്ന് ഭയന്ന് മറവ് ചെയ്യാൻ ആരും മുന്നോട്ട് വരുന്നുമില്ല. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട കാർ മണ്ണുമാന്തി യന്ത്രത്തിൽ ഇടിച്ചു മറിഞ്ഞു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് പ്രിയദർശിനി സ്റ്റോപ്പിന് സമീപം ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ വർക്ക്ഷോപ്പിൽ റിപ്പയറിംഗിനായി കൊണ്ടുവന്നിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ മഹാഗോപൂജ നടത്തി. കിഴക്കേ നടയിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും ഗോപികാ നൃത്തത്തിന്റെയും അകമ്പടിയിൽ പശുക്കളെ വടക്കേ നടയിലേക്ക് ആനയിച്ചു. വടക്കേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ പശുക്കളെ പൂജിച്ചു. ക്ഷേത്രം ഓദിക്കൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. സ്വാമി സന്മയാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PS പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം ഉത്തര കേരള അധ്യക്ഷൻ N ഹരീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മൗനയോഗി സ്വാമി ഹരിനാരായണൻ, PK ശിവദാസ്, T ബാബു, തേലംപറ്റ കേശവൻ, KM പ്രകാശൻ, ഷമ്മി പനക്കൽ, MS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങൾക്കായി 2020 നിർമ്മിച്ച പകൽ വീട് ഇതുവരെ തുറന്നുകൊടുത്തില്ല. കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ കരിയാമ്പ്ര വാർഡിൽ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പകൽ വീട് നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം പിന്നിട്ടിട്ടും പകൽ വീട് തുറന്നുകൊടുക്കാത്തതിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. പലതവണ ആവശ്യപ്പെട്ടിട്ടും പകൽ വീട് തുറന്നുകൊടുക്കാൻ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അധികൃതർ 4 വർഷം പൂട്ടിയിട്ട പകൽ വീട് ഓണത്തിന് മുൻപെങ്കിലും തുറന്നുകൊടുക്കണമെന്ന് കോൺഗ്രസ് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഈ കാര്യം ഉന്നയിച്ച് കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്തിൽ വിയോജനക്കുറിപ്പും നൽകി. ആ വാർഡ് ഇന്ന് പ്രദാനം ചെയ്യുന്ന പ്രമീള രാജൻ എന്ന് പറയുന്ന പഞ്ചായത്ത് അംഗം വളരെ കാലങ്ങളായി ഈ ആവശ്യം പഞ്ചായത്ത് ഉന്നയിക്കുന്നു. കഴിഞ്ഞ ഭരണസമിതിയിൽ ഞാനും റഷീദും ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും അത് ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ്. പല സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. വൃദ്ധ ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക്, വൃദ്ധർക്ക് ഇത് തുറന്നു കൊടുക്കുന്നതിന് ഓണനാളിലെങ്കിലും കഴിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ചിറ്റണ്ട സ്വദേശിയായ അഷ്റഫിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മം സിനിമാ താരം നിയാസ് ബക്കർ നിർവഹിച്ചു. ചിറ്റണ്ട മസ്ജിദ് ഖത്തീബ് CH മുഹമ്മദ് പ്രാർത്ഥന നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. സുഹൃത്ത് സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ, സ്നേഹവീട് കോർഡിനേറ്റർ അബൂബക്കർ വിരുപ്പാക്ക, ഷാനു മച്ചാട്, ഹൈദർ കോയ, അബൂബക്കർ, ബിമൽ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 9 പഞ്ചായത്തുകളിൽ അർഹരായ 9 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് സ്നേഹവീട്. ഒരു പഞ്ചായത്തിൽ ഒരു വീട് എന്ന ക്രമത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനു മുമ്പ് വേലൂർ, തെക്കുംകര പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുമായി 3 വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ചെയ്യുന്ന ഒരു സംഘടനയാണ് WSS. എനിക്ക് കുറേ കാലമായിട്ട് അറിയുന്ന സംഘടനയാണ്. ഇത് വടക്കാഞ്ചേരിക്കാരുടെ ആണെന്നുള്ളതിൽ ഒരുപാട് അഭിമാനം തോന്നാറുണ്ട്. വടക്കാഞ്ചേരി ഇത്രയും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന WSSൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 4ാമത്തെ വീടല്ലേ, 4ാമത്തെ വീടിൻ്റെ തറക്കല്ലിടലായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. വടക്കാഞ്ചേരിക്കാർക്ക് ഇനിയും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ. മറ്റും സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ വിരമിച്ച ജവാന്മാരെയും പുരസ്കാര ജേതാക്കളെയും ആദരിച്ചു. പള്ളിഹാളിൽ നടന്ന ആദരച്ചടങ്ങ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് മറ്റം യൂണിറ്റ് പ്രസിഡന്റ് EF സണ്ണി അധ്യക്ഷനായി. അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി മുഖ്യാതിഥിയായി. സഹവികാരി ജോയൽ ചിറമൽ, കൈക്കാരൻ ജിൻസൺ, യൂണിറ്റ് സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ്, രൂപത പ്രതിനിധി ജോൺസൺ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. രാജ്യസേവനത്തിനു ശേഷം വിരമിച്ച ജവാന്മാരെ ഫാദർ ഷാജു ഊക്കൻ പൊന്നാടണിയിച്ച് ആദരിച്ചു. അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് മൊമന്റോ സമ്മാനിച്ചു. സീറോ മലബാർ സഭ പ്രതിഭ ഡേവിഡ് തോമസ് കാക്കശ്ശേരിക്ക് വികാരിയും അതിരൂപത പ്രസിഡന്റും ചേർന്ന് മൊമന്റോ നൽകി. ജവാന്മാരുടെ പ്രതിനിധി KT ഈനാശു മറുപടി പ്രസംഗം നടത്തി. ട്രഷറർ CJ ബാബു, റാഫേൽ കാക്കശ്ശേരി, അൽഫോൺസ റാഫേൽ, ജാൻസി ടീച്ചർ, PT സേവി, റിജോ തരകൻ, ലിസ്റ്റൺ, ജോഫി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ കാരുണ്യ പദ്ധതിക്ക് കടവലൂർ പഞ്ചായത്ത് പള്ളിക്കുളം വാർഡിൽ തുടക്കമായി. തിപ്പിലശ്ശേരി കസ്തൂർബ നഗറിലെ
2 വീടുകളുടെ പുനരുദ്ധാരണവും 3 വീടുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി യൂണിറ്റ് സമാഹരിച്ച തുക വീട്ടുടമകൾക്ക് കൈമാറി. ഇതോടൊപ്പം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി 2 റോഡുകളിൽ കോൺവെക്സ് മിററും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചു. കസ്തൂർബ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MI അബ്ദുൾ അസീസ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ശിഹാബ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജു മുഹമ്മദ് ഉണ്ണി, വാർഡ് മെമ്പർ MH ഹക്കീം, അധ്യാപിക മിനി എന്നിവർ സംസാരിച്ചു. NSS വോളണ്ടിയർമാരായ കാവ്യ രാജേന്ദ്രൻ സ്വാഗതവും PR സാവിത്രി നന്ദിയും പറഞ്ഞു. പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് 200 വാദ്യകലാകാരന്മാർ അണിനിരന്ന മഞ്ജുളാൽത്തറ മേളവും ഗുരുവായൂരപ്പന് ഐശ്വര്യവിളക്ക് സമർപ്പണവും ഗുരുവായൂരിനെ ആവേശത്തിലാക്കി. പുരാതന തറവാട്ടു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിങ്ങമഹോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആഘോഷം. മഞ്ജുളാലിന് സമീപം അരങ്ങേറിയ മേളത്തിന് ഗുരുവായൂർ ജയപ്രകാശ് പ്രമാണിത്വം വഹിച്ചു. ജ്യോതിദാസ് ഗുരുവായൂർ ഇടന്തലയിലും എടക്കളത്തൂർ അജി വലന്തലയിലും മുൻനിരക്കാരായി. പാഞ്ഞാൾ വേലുക്കുട്ടി, പനമണ്ണ മനോഹരൻ, പഴംപാലക്കോട് ശിവൻ തുടങ്ങിയവർ മറ്റു വാദ്യയിനങ്ങൾ നയിച്ചു. 2 മണിക്കൂറോളം മേളം കൊട്ടിക്കയറി. തുടർന്ന് ശ്രീഗുരുവായൂരപ്പൻ മേള പുരസ്കാരം മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർക്ക് സമ്മാനിച്ചു. KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, രവി ചങ്കത്ത്, ബാലൻ വാറനാട്ട് എന്നിവർ സംസാരിച്ചു. സന്ധ്യയോടെ പെരിങ്ങോട് ചന്ദ്രൻ നയിച്ച പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ഘോഷയാത്രയായി ക്ഷേത്രസന്നിധിയിലെത്തി. കൂട്ടായ്മയുടെ വനിതാ പ്രതിനിധികൾ 400 വിളക്കുകൾ തെളിയിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ആദ്യ വിളക്ക് സമർപ്പണം നടത്തി. കൂട്ടായ്മ ഭാരവാഹികളായ ജയറാം ആലയ്ക്കൽ, EU രാജഗോപാൽ, IP രാമചന്ദ്രൻ, ബാബു വീട്ടിലായിൽ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ഗുരുവായൂർ. പന്നിത്തടം APIS മെഡിക്കൽ സെന്ററും പന്നിത്തടം INTUCയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർമാരായ ജംഷീദ് ബഷീർ, ഷാനവാസ് സമീർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എന്നീ പരിശോധനകളും നടത്തി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമുള്ള മരുന്നുകളും സൗജന്യമായി നൽകി. മെഡിക്കൽ സെന്റർ മാനേജർ ആനന്ദ്റാം, സൂപ്പർവൈസർ ബിനോജ്, INTUC ലീഡർ VK മോഹനൻ, വാർഡ് മെമ്പർമാരായ സൈബുനിസ, ഷറഫു, രജിത ഷാജി, മറ്റ് സഹപ്രവർത്തകരും ക്യാമ്പിൽ പങ്കെടുത്തു. പ്രദേശത്തെ 100-ൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്ര അങ്കണത്തിൽ നട്ട വൃക്ഷങ്ങളിലൊന്ന് അത്യപൂർവമായ ഫലം കൊണ്ട് സമൃദ്ധമാണ്. നിരവധി പേരാണ് അപൂർവമായ ഈ കായ കാണുന്നതിനായി എത്തുന്നത്. ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടുള്ള മലമ്പുന്ന ഇനത്തിൽപ്പെട്ട വൃക്ഷത്തിലുണ്ടായിട്ടുള്ള എലിഫന്റ് ആപ്പിൾ എന്ന ഫലമാണ് അപൂർവത കൊണ്ട് ആകർഷകമായിരിക്കുന്നത്. ആനകൾക്ക് ഏറെ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഏകദേശം 15 മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണിത്. ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പാണ് തീർത്ഥകേന്ദ്രത്തിന്റെ അങ്കണത്തിൽ ഈ ചെടി നട്ടത്. കുന്നിൻ മുകളിലെ തീർത്ഥകേന്ദ്രത്തിന്റെ വളപ്പിലുണ്ടായിരുന്ന അക്വേഷ്യ മരങ്ങൾ മുറിച്ചുമാറ്റി ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഇതുൾപ്പെടെയുള്ള ചെടികൾ നട്ടത്. വികാരിയായിരുന്ന ഫാദർ ഡേവിസ് പനംകുളത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ചെടികൾ നടാൻ തീരുമാനിച്ചതെന്ന് ഇടവകാംഗമായ ഫിലിപ്പ് പറഞ്ഞു. ഈ വൃക്ഷത്തൈ നട്ടത് മാർ റാഫേൽ തട്ടിലായിരുന്നു. ആദ്യം വലിയ തോതിൽ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അടുത്ത കാലത്താണ് വലിയ രീതിയിൽ കായ്കൾ വിളഞ്ഞു തുടങ്ങിയതെന്നും ഫിലിപ്പ് കൂട്ടിച്ചേർത്തു. ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കാണില്ല, ഇല്ലയെന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല, ആരും പറയണത് കേട്ടിട്ടില്ല. പക്ഷെ ഇത് മറ്റ് രാജ്യങ്ങളിൽ, ബംഗാളിലൊക്കെ ഇത് ഉണ്ടെന്നും കാട്ടിൽ ഇത് ധാരാളം കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളത് പറയും. മനുഷ്യർക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല, മൃഗങ്ങൾക്ക് വേണ്ടി, കുരങ്ങൻ, ആന, ഇവർക്ക് ഇത് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണെന്നാണ് അറിയുന്നത്. അച്ചാറിടാനായിട്ട് ഈ നമ്മുടെ നാട്ടിലുള്ള ഇതര സംസ്ഥാനക്കാരായ ബംഗാളി സുഹൃത്തുക്കൾ ഇത് കൊണ്ടുപോയിട്ട് അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാനും അത് കൊണ്ടുപോയിട്ടൊന്ന് നോക്കി, തരക്കേടില്ല, വലിയ ടേസ്റ്റൊക്കെ ഉണ്ട് സാധനം. അത്ര ഇതല്ലാതെ ഒരു പുളിയുണ്ട്, നല്ല പുളിയുള്ള ഒരു മധുരമല്ല ഇതിൻ്റെ പ്രത്യേകത, ഇത് പുളിയാണ്. എല്ലാ കൊല്ലത്തും ഉണ്ടാവാറുണ്ട്, ഇത്ര അധികം ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ഇതുമോ നിറയെ ഉണ്ടായിരിക്കുകയാണ്. വലിയ ഇലകളും വലിയ പൂക്കളുമുള്ള വൃക്ഷത്തിൽ കായ്ക്കുന്ന മഞ്ഞ കലർന്ന പച്ച നിറമുള്ള ഉരുണ്ട കായ്കളാണ് എലിഫന്റ് ആപ്പിൾ. ഇതിന്റെ കുരുക്കളാണ് തിന്നാൻ ഉപയോഗിക്കുന്നത്. കായയുടെ നീര് കറികളിൽ ഉപയോഗിക്കുകയും തേങ്ങയും ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ്. അച്ചാർ ഉണ്ടാക്കാൻ അനധികൃതമായി ഈ കായ ശേഖരിക്കുന്നതിനാൽ ബംഗാളിൽ ആനകളും മനുഷ്യരും തമ്മിൽ ഇതിനായി മത്സരം തന്നെയുണ്ട്. ആനകളുടെയും
മാനിന്റെയും കുരങ്ങിന്റെയും ഇഷ്ടഭക്ഷണമായ ഇതിന്റെ കായ കാടുകളിൽ നിന്നും ശേഖരിക്കുന്നത് ഇന്ത്യയിൽ പലയിടത്തും തടഞ്ഞിട്ടുണ്ട്. പഴങ്ങൾക്ക് പാകമാവാത്ത ആപ്പിളിന്റെ രുചിയാണുള്ളത്. കൂടാതെ ഈ വൃക്ഷത്തിലുണ്ടാകുന്ന പൂവിനുള്ളിലുള്ള അതേ രൂപം ഫലത്തിനുള്ളിലും കാണാമെന്ന അപൂർവതയും എലിഫന്റ് ആപ്പിളിനുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തൃത്താല ഉപജില്ലാ വോളിബോൾ മത്സരത്തിന് തുടക്കമായി. ശനിയാഴ്ച രാവിലെ നടന്ന സീനിയർ വിഭാഗം മത്സരത്തിൽ 8 സ്കൂൾ ടീമുകൾ മത്സരിച്ചു. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ GHSS കുമരനെല്ലൂരിനെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായത്. നാസർ പാറമേൽ, സിയാദ്, ഫാരി എന്നിവരായിരുന്നു കോച്ചുമാർ. വിജയികൾക്കുള്ള സമ്മാനദാനം പ്രിൻസിപ്പൽ ഡോക്ടർ ഷജീന ഷുക്കൂർ, HM ഇൻചാർജ് ഷീന പി ശങ്കർ എന്നിവർ സമ്മാനിച്ചു. സബ് ജൂനിയർ, ജൂനിയർ വിഭാഗം മത്സരങ്ങൾ തിങ്കളാഴ്ച നടക്കും. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ശംഖുനാഥത്തിന്റെയും പരുഷവാദ്യത്തിന്റെയും അകമ്പടിയിൽ ക്ഷേത്ര മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തിക്കാരായ പ്രതാപൻ നമ്പൂതിരി, ശരത് നമ്പൂതിരി എന്നിവർ കതിർക്കുലകൾ ശിരസിലേറ്റി നിറനിറോ നിറ എന്ന ഉരുവിട്ട് ക്ഷേത്രം വലം വെച്ച് നമസ്കാര മണ്ഡപത്തിൽ കതിർക്കുലകൾ പൂജിച്ചതിനു ശേഷം എല്ലാ ശ്രീകോവിലുകളിലും കതിർക്കുലകൾ സ്ഥാപിച്ചു. തുടർന്ന് പൂജിച്ച കതിറുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, സെക്രട്ടറി C ഹരിദാസ്, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. കാണിയാമ്പാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ്, പനങ്കായ്, ചീരംകുളം വൈലൈൻ റോഡുകൾ, കക്കയം കാണിപ്പയ്യൂർ റോഡ് തുടങ്ങിയവ എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മദ്യവിമോചന മഹാസഖ്യം കുന്നംകുളം മേഖലാ പ്രസിഡന്റ് സുഭാഷ് ബോസ് കുന്നംകുളം നഗരസഭാ ഓഫീസിനു മുന്നിൽ ഉപവാസം അനുഷ്ഠിക്കുന്നു. ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന ഉപവാസം കൌൺസിലർ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്യും. ഉപവാസ സമരത്തിൽ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംബന്ധിക്കും. പഴുന്നാന അയ്യപ്പൻകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആനയൂട്ടും നടത്തി. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ലക്ഷ്മി പൂജ തുടങ്ങി വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്ര മേൽശാന്തി ആറ്റുപുറത്ത് മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി, ലക്ഷ്മണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാവിലെ ആലാട്ട് ബാബു നെൽക്കതിറുകൾ സമർപ്പിച്ചു. തുടർന്ന് ഇല്ലം നിറ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ആനയൂട്ടുമുണ്ടായി. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പ്രദീപ്, അനിൽകുമാർ, സുധീഷ്, രവീന്ദ്രൻ, രാമൻകുട്ടി വടക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണം സമാപിച്ചു. കർക്കിടകം 1 മുതൽ 32 വരെ രാവിലെ രാമായണ പാരായണം നടന്നു. 7 ദിവസം ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായി. അവസാന ദിവസം രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡനാമവും തുടർന്നു. സംഗീത സന്ധ്യയും ഉണ്ടായി. പ്രത്യേക പൂജാ കർമ്മങ്ങൾക്ക് ക്ഷേത്ര മേൽശാന്തി രാജീവ് പഴവൂർ നേതൃത്വം നൽകി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി, സെക്രട്ടറി ബാലൻ, കമ്മിറ്റി അംഗങ്ങളായ അശോകൻ ചേനാട്ട്, പ്രദീപ് കല്ലാറ്റ്, ചന്ദ്രിക പാടത്ത്, അജേഷ് കുട്ടഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി 1 ദിവസത്തെ വരുമാനം നൽകി ലോട്ടറി തൊഴിലാളി കാരുണ്യത്തിന്റെ മാതൃക തീർത്തു. കറുകപ്പുത്തൂർ ചാത്തന്നൂർ സ്വദേശി മേലോർത്ത് ഉണ്ണികൃഷ്ണനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ധനലക്ഷ്മി എന്ന പേരിലുള്ള ലോട്ടറി ഏജൻസി നടത്തിവരികയാണ് ഉണ്ണികൃഷ്ണൻ. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ തുക ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ MC ഐജു അധ്യക്ഷനായി. എരുമപ്പെട്ടി പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് മാത്യൂസ് പഴവൂർ, ലോട്ടറി ജീവനക്കാരി സുബി ബൈജു എന്നിവർ പങ്കെടുത്തു. വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന നിലയിൽ തൻ്റെ ജീവിതം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി തുച്ഛമായ വരുമാനത്തിൽ ലാഭവുമായി നടക്കുന്ന ഒരു ബോർഡിൽ ലോട്ടറി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ വയനാട്ടിലെ ഈ ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നാൽ ചെയ്യാവുന്നത് ചെയ്യുക എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ദിവസത്തെ ലോട്ടറിയുടെ ലാഭവിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നത് എന്നുള്ളതാണ്. വാഗ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങുകൾ ഭക്തി നിർഭരമായി നടന്നു. ക്ഷേത്രത്തിലെത്തിച്ച കതിർക്കറ്റകൾ മേൽശാന്തി
മംഗലത്തിമനയിൽ അനിൽ നമ്പൂതിരി ശിരസിലേറ്റി ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് നമസ്കാര മണ്ഡപത്തിൽ പൂജിച്ച കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി നടത്തുന്ന ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ നടന്നു. മേൽശാന്തിമാരായ കൃഷ്ണകുമാർ, ഭാസ്കരൻ, കീഴ്ശാന്തി രുദ്രദാസ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ഭഗവാനും ഭഗവതിക്കും ഉപദേവദേവിമാർക്കും താഴത്തേക്കാവിലും ഇല്ലംനിറ നടത്തി. പൂജിച്ച നെൽക്കതിറുകൾ പ്രസാദമായി വിതരണം ചെയ്തു. ക്ഷേത്ര ഭാരവാഹികളായ ശശി വാറനാട്ട്, സേതു തിരുവെങ്കിടം, ബാലൻ വാറനാട്ട്, ശിവൻ കണിച്ചാടത്ത്, ഹരി കൂടത്തിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 28-നാണ് ക്ഷേത്രത്തിലെ തൃപ്പുത്തരി. ബാലസംഘം മറ്റം മേഖലാ സമ്മേളനം നടന്നു. ചെട്ടിയാംകുളം പരിസരത്ത് നടന്ന ബാലസംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PV ലെനിൻ ഉദ്ഘാടനം ചെയ്തു. മറ്റം മേഖലാ പ്രസിഡന്റ് അദ്വൈത് അധ്യക്ഷനായി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ കൌൺസിലർ ബിജി ജോമോൻ ക്ലാസ് എടുത്തു. ബാലസംഘം കുന്നംകുളം ഏരിയ കോർഡിനേറ്റർ KA രമേശ്, മറ്റം മേഖലാ സെക്രട്ടറി ശ്രീനന്ദ, മേഖലാ കോർഡിനേറ്റർ ഗംഗാധരൻ മാസ്റ്റർ, സംഘാടക സമിതി ചെയർമാൻ KS ദിലീപ്, മേഖലാ കോർഡിനേറ്റർ സജി റെഡ് സ്റ്റാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സനാദ് PS പ്രസിഡന്റ്, ശ്രീനന്ദ സെക്രട്ടറി, ഗംഗാധരൻ മാസ്റ്റർ കോർഡിനേറ്റർ, സജി റെഡ് സ്റ്റാർ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ജീവനക്കാരുടെ നിറമാല ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് സമ്പൂർണ്ണ നെയ് ചുറ്റുവിളക്കിന് ശേഷം വിശേഷാൽ പഞ്ചവാദ്യവും അരങ്ങേറി. തിമിലയിൽ ചോറ്റാനിക്കര സുഭാഷ് മാരാരും, മദ്ദളത്തിൽ ഏരൂർ അരുൺദേവ വാര്യരും, ഇടക്കയിൽ തിരുവില്ലാമല ഹരിയും, ഇലത്താളത്തിൽ മീറ്റ്ന രാമകൃഷ്ണനും, കൊമ്പിൽ വരവൂർ മണികണ്ഠനും പ്രമാണിമാരായി. തലക്കൂട്ടുകര അസിസി സ്കൂളിൽ കായികോത്സവം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ അനൂപ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ സെലിൻ ജോസഫ് ദീപശിഖ തെളിയിച്ചു. സ്പോർട്സ് ക്യാപ്റ്റൻ എബ്രോൺ ഫ്രാൻസിസ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രൂപ്പ് തല മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഗ്രീൻ ഗ്രൂപ്പിനും റണ്ണറപ്പായ യെല്ലോ ഗ്രൂപ്പിനും ട്രോഫി നൽകി. പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫ്, കായിക അധ്യാപകൻ ജോസി പോന്നോർ, അസിസ്റ്റന്റ് സ്പോർട്സ് ക്യാപ്റ്റൻ സാന്ദ്ര TS എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ CITU മണലൂർ ഏരിയ കൺവെൻഷൻ നടന്നു. മുല്ലശ്ശേരിയിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ ട്രഷറർ U സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് MK സദാനന്ദൻ അധ്യക്ഷനായി. CPIM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ, യൂണിയൻ ഏരിയ സെക്രട്ടറി PG സുബിദാസ്, KS പുഷ്പാകരൻ, TI സുരേഷ്, ശോഭ രഞ്ജിത്ത്, ചെറുപുഷ്പം ജോണി എന്നിവർ സംസാരിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി DYFI എരുമപ്പെട്ടി ചിറ്റണ്ട യൂണിറ്റ് ചായക്കട നടത്തി. ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന DYFIയുടെ പദ്ധതിയിലേക്ക് പണം സമാഹരിക്കുന്നതിനു വേണ്ടിയാണ് അതിജീവനത്തിന്റെ ചായക്കട എന്ന പേരിൽ ചിറ്റണ്ട സെന്ററിൽ ചായക്കച്ചവടം നടത്തിയത്. ചായയും പലഹാരങ്ങളും വാങ്ങി നാട്ടുകാരും വഴിയാത്രക്കാരും കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ചായക്കട ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ സെക്രട്ടറി മിഥുൻലാൽ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M നന്ദീഷ്, ബ്രാഞ്ച് സെക്രട്ടറി ആഷിഖ് ചിറ്റണ്ട, AD അജി, KT സുരേഷ് കുമാർ, TS അസീസ് എന്നിവർ സംസാരിച്ചു. ശശി ഇടമന, ഹക്കീം പട്ടച്ചാലിൽ, KU അസറു, PA അസീസ്, റസാഖ് തട്ടാറെ എന്നിവരായിരുന്നു പാചകക്കാർ. TS സലീം, CA യൂസഫ്, MG ഗോകുൽ, KU രഞ്ജിത്ത്, NA അശ്വതി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായ തിരുവത്ര ലാസിയോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 6ാം വാർഷികാഘോഷം നടന്നു. തിരുവത്ര TM മഹലിൽ നടന്ന ചടങ്ങ് പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് K നിഷാദ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി PS മുനീർ, മനയത്ത് യൂസഫ് ഹാജി, KH അഷ്ഫാഖ്, CK രമേശ്, TM ഷെഫീഖ്, PH ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മേഖലയിലെ വിരമിച്ച അധ്യാപകരെയും ചാവക്കാട് നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു.
ദേശീയപാതയിൽ റോഡ് അപകടങ്ങളിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുന്നത് മൂലം അപകടങ്ങളിൽപ്പെടുന്നവർക്ക് ജീവഹാനി വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ലാസിയോ ചാരിറ്റബിൾ ട്രസ്റ്റ് 24 മണിക്കൂർ സൗജന്യ ആംബുലൻസ് സർവീസുമായി രംഗത്തെത്തിയത്. ഈ കാലയളവിൽ ഒട്ടേറെ ജീവനുകൾ രക്ഷിക്കാനായതായും മേഖലയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചതായും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. സുമനസ്സുകളുടെയും പ്രവാസികളുടെയും സഹായത്തോടെയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം. ഹരേ രാമ ഹരേ കൃഷ്ണ ട്രസ്റ്റിന്റെ രജത ജൂബിലിയുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ തുടക്കമായി. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അഖണ്ഡ നാമജപം നടന്നു. തുടർന്ന് കണ്ണന് 1 കോടി നെയ്വിളക്ക് തെളിയിച്ചു. നാരായണീയ പാരായണം, അന്നദാനം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. കോഴിക്കോട് അദ്വൈതാശ്രമം സ്വാമി ചിദാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ഭാരവാഹികളായ CA പുരുഷോത്തമൻ, അനിൽ രാഘവൻ, സൗമ്യ വിനോദ്, K വിലാസിനി എന്നിവർ സംസാരിച്ചു. തലക്കൂട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അലുമിനിയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് സംഘടിപ്പിച്ചു. വിദ്യ മുൻ അക്കാദമിക് ഡീൻ ഡോക്ടർ സുധാ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ സുനിത അധ്യക്ഷത വഹിച്ചു. സംഘടനാ വൈസ് പ്രസിഡന്റ് അജിൻ അരവിന്ദ്, സെക്രട്ടറി ഫെഡ്സി കെ ഫ്രാൻസിസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷീജ, ചിത്ര എന്നിവർ സംസാരിച്ചു. വാർഷിക സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇലക്ട്രോണിക്സ് വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ 2003-2007 ബാച്ച് വിദ്യാർത്ഥികൾ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകൾ ഏഞ്ചൽ മരിയ, ബെനീറ്റ എന്നിവർക്ക് സമ്മാനിച്ചു. വിവിധ വിഷയങ്ങളിലായി ഗ്രൂപ്പ് ചർച്ചകൾ നടന്നു. പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക അവതരിപ്പിച്ചു. വൃക്ഷത്തൈ നടീലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 15ാമത് NN തലാപ്പിൽ മെമ്മോറിയൽ പൈതൃക ക്വിസ് മത്സരം നടന്നു. ചങ്ങരംകുളം കക്കിടിപ്പുറം സംസ്കൃതി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ 12 സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 40 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ പുക്കരത്തറ DHO ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രിയ കൃഷ്ണ, PV അഭിനവ്, ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ R ദേവാനന്ദ് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. C ശിവശങ്കരൻ മാസ്റ്റർ, കുഞ്ഞിലക്ഷ്മി അമ്മ എന്നിവർ വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ക്വിസ് മാസ്റ്റർ വിനോദ് കൃഷ്ണൻ, സ്കൂൾ മാനേജർ പ്രമോദ് തലാപ്പിൽ, പ്രിൻസിപ്പൽ അനിത, വൈസ് പ്രിൻസിപ്പൽ സുധ, സരസ്വതി, ഗീത, വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. SNDP എരുമപ്പെട്ടി ശാഖ നടത്തിവന്നിരുന്ന രാമായണ മാസാചരണം സമാപിച്ചു. അതിരുദ്ര മഹായജ്ഞത്തിൽ പങ്കെടുത്ത് യജുർവേദ പാരായണത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച് മഹോദയ സ്ഥാനം ലഭിച്ച വിനുശാന്തിയെ സമാപന ചടങ്ങിൽ ആദരിച്ചു. മൈക്രോ അംഗം ആനന്ദവല്ലി രാജപ്പൻ ആദരവ് നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് വിജയൻ, സെക്രട്ടറി പ്രദീപ്, വാസുദേവൻ, രാമകൃഷ്ണൻ, AC സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഷ്ട്രീയ സ്വയം സേവാ സംഘം അക്കിക്കാവ് ശാഖ രക്ഷാബന്ധൻ നടത്തി. കപ്പൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്ത് നടന്ന രക്ഷാബന്ധൻ ആഘോഷത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 100-ലധികം പേർ പങ്കെടുത്തു. കൽപ്പറ്റ അമൃതകൃപ ചാരിറ്റബിൾ ആശുപത്രിയിലെ ഡോക്ടർ സഞ്ജീവ് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘ ഖണ്ഡകാര്യവാഹക് SH നിധിൻ സന്ദേശം നൽകി. മധുര പലഹാര വിതരണവും ഉണ്ടായി. തലക്കൂട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗംഭീര ദേശവിളക്ക് നടത്തുന്നു. നവംബർ 19-ാം തീയതി കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘത്തിന്റെ കാർമ്മികത്വത്തിലാണ് ദേശവിളക്ക് ആഘോഷിക്കുന്നത്. വിളക്ക് കുറിക്കൽ ചടങ്ങ് ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത് നേതൃത്വം നൽകി. ദേവസ്വം ഓഫീസർ ധന്യ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് P മാധവൻ, സെക്രട്ടറി VV രാജൻ, ട്രഷറർ KK രവി തുടങ്ങിയവർ പങ്കെടുത്തു. തിച്ചൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഘോഷിച്ചു. മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി, ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഭക്തജനങ്ങളും പങ്കെടുത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തന്മീയ വൈജ്ഞാനിക സംഗമം നടത്തി. ആൽത്തറ സലഫി ടൗൺ മസ്ജിദ് അങ്കണത്തിൽ ഒരേ സമയം 3 വേദികളിലായാണ് സംഗമം നടത്തിയത്. മസ്ജിദ് കോൺഫറൻസ് ഹാൾ മെയിൻ വേദിയിൽ കർമ്മങ്ങളുടെ സ്വീകാര്യത എന്ന വിഷയത്തിൽ ഷമീർ മദനിയും, റബ്ബിനെ അറിയാം ദുരന്തങ്ങളിലൂടെ എന്ന വിഷയത്തിൽ അബൂ സുബാൻ സലാഹിയും,
നന്മകളാൽ മുന്നേറാം എന്ന വിഷയത്തിൽ അബ്ദുൽ വാഹിദ് പറവണ്ണയും ക്ലാസ് എടുത്തു. കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ക്വിസ് മത്സരവും വിനോദ മത്സരങ്ങളും നടത്തി. വിജയികൾക്കും വിനോദങ്ങളിൽ പങ്കെടുത്തവർക്കും സമ്മാനങ്ങളും നൽകി. മണ്ഡലം സെക്രട്ടറി KM ജമാലുദ്ദീൻ ആൽത്തറ സ്വാഗതവും വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ സെക്രട്ടറി ആദിൽ പയ്യൂരയിൽ നന്ദിയും പറഞ്ഞു. മാത്തൂർ ക്ഷേത്രത്തിൽ ഗണപതി ഹവനം, മൃത്യുഞ്ജയ ഹവനം, ശനീശ്വര പൂജ, ഉമാമഹേശ്വര പൂജ എന്നിവ നടത്തി. ക്ഷേത്ര മേൽശാന്തി സൂര്യമംഗലത്ത് സുധീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചുറ്റുവിളക്കും ഉണ്ടായി. വിജയകുമാർ, സുരേന്ദ്രൻ, ഷാജൻ, നളിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലനിറ ക്ഷേത്രം പൂജാരി കൃഷ്ണസ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. വയനാടിന്റെ പുനരധിവാസത്തിന് സഹായം നൽകുന്നതിനായി സരിക ചിറ്റഞ്ഞൂരിന്റെ നേതൃത്വത്തിൽ മീൻതട്ട് സജ്ജീകരിച്ചു. മത്സ്യവിൽപ്പനയിലൂടെ സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. സരികയുടെ രക്ഷാധികാരി രാജൻ വള്ളിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നിജേഷ്, അനീഷ്, ബ്രിജിത്ത്, വിനീഷ്, ഗസൽ, അതുൽ, ദിലിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി. എരുമപ്പെട്ടിയിൽ PV പെയിന്റ്സിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. PV പെയിന്റ്സിന്റെ രണ്ടാമത് ഫാക്ടറി ഔട്ട്ലെറ്റാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് അസിസി റിഹാബിലിറ്റേഷൻ സെന്റർ പ്രസിഡന്റ് ഫാദർ സിജോ അരിക്കാട്ട് നിർവഹിച്ചു. റെബേക്ക റിനോ റെജി PR ഉദ്ഘാടനം നടത്തി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ ഭദ്രദീപം തെളിയിച്ചു. വാർഡ് മെമ്പർ സതി മണികണ്ഠൻ, പ്രതിപക്ഷ നേതാവ് MK ജോസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി MV ബാബു മാസ്റ്റർ, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് MM ബാബു, മാധ്യമപ്രവർത്തകൻ രാജശേഖരൻ കടമ്പാട്ട്, വ്യാപാരി വ്യവസായി സമിതി രക്ഷാധികാരി KV രാജശേഖരൻ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. അഞ്ച് മുതൽ 10 വർഷം വരെ വാറന്റിയോടുകൂടിയ വാട്ടർ പ്രൂഫിംഗ് പെയിന്റുകളാണ് ഇവിടെ ലഭ്യമാകുന്നത്. ചൂടിനെ പ്രതിരോധിക്കുന്നതുൾപ്പെടെയുള്ള റൂഫിംഗ് പെയിന്റുകളും ലഭ്യമാണ്. 4500-ലധികം വ്യത്യസ്തമായ കളറുകൾ, മണമില്ലാത്തതും പരിസ്ഥിതി സൗഹാർദ്ദമായ പെയിന്റുകൾ ഇടനിലക്കാരില്ലാതെ ഫാക്ടറി വിലയിൽ ലഭ്യമാകുന്നു. പെയിന്റിംഗിന് ആവശ്യമായ എല്ലാവിധ മെറ്റീരിയൽസുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫ്രീ ഡോർ ഡെലിവറിയും ലഭ്യമാണ്. ഫാക്ടറി വിലയിൽ തന്നെ ഇവിടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് ലഭിക്കും. പിന്നെ ഏതൊരു ബ്രാൻഡഡ് കമ്പനിയെ പോലെ തന്നെ 5 വർഷം മുതൽ 15 വർഷം വരെ വാറണ്ടിയുള്ള പെയിൻറ്റുകളും, അതുപോലെ തന്നെ ലീക്ക് പ്രൂഫിങ്, പിന്നെ ചൂട് കുറവിന് വേണ്ടിയുള്ള പെയിൻറ്റുകൾ, അങ്ങനെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് കസ്റ്റമേഴ്സിന് ഇവിടെ വന്നാൽ ലഭിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. PV പെയിന്റ്സ്, എരുമപ്പെട്ടി. പുന്നേർകുളം എളമ്പനം കാട്ടയിൽ റോഡ് സഹൃദയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ ആദരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അലി കണ്ണത്തയിൽ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ K വേലായുധൻ അധ്യക്ഷനായി. ജയപ്രകാശ്, ഷൺമുഖൻ, രാഘവൻ തോട്ടുങ്ങൽ, ജാനകി വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. VS സനോജ് രചിച്ച ഒരു ദേശം പല ഭൂഖണ്ഡങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ച് ഗ്രാമകം കൾച്ചറൽ അക്കാദമി വേലൂരിൽ ചർച്ച സംഘടിപ്പിച്ചു. VM മനേഷ് സ്വാഗതം പറഞ്ഞു. V മുസഫർ അഹമ്മദ് പുസ്തകാവതരണം നടത്തി. PR മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥകാരൻ VS സനോജ് ആമുഖ പ്രഭാഷണം നടത്തി. KV രാജേഷ്, VV വേണുഗോപാലൻ മാസ്റ്റർ, പ്രബലൻ വേലൂർ, CA രാജു എന്നിവർ സംസാരിച്ചു. പുന്നേർകുളം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇറക്കിയ മലയാള ലിപിയുള്ള പഞ്ചാംഗ കലണ്ടറിന്റെ വിതരണോദ്ഘാടനം നടത്തി. കൊല്ലവർഷം 1200 ചിങ്ങം 1 മലയാള ലിപിയുള്ള മലയാള പഞ്ചാംഗം ബാലഗോകുലം ഗുരുവായൂർ ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ നിർവഹിച്ചു. രാമരാജ സ്കൂൾ പ്രധാന അധ്യാപകൻ സജിത് മാസ്റ്റർ ഏറ്റുവാങ്ങി. CS രാജീവ്, മധു കുഴിങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. ചർമ്മം.
കാണിപ്പയ്യൂർ പ്രശസ്ത നാടക സീരിയൽ നടനും മേക്കപ്പ് മാനും ഫോട്ടോഗ്രാഫറുമായ ജിനൻ കാണിപ്പയ്യൂർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. പത്മാവതി ഭാര്യയാണ്. ജിജ, ലിജി എന്നിവർ മക്കളാണ്. സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. ചൊവ്വല്ലൂർ നാലകത്ത് ഖാദർ മകൻ മുത്തുണ്ണി നിര്യാതനായി. ഖബറടക്കം ചൊവ്വല്ലൂർ ജുമാഅത്ത് ഖബർസ്ഥാനിൽ നടത്തി. പാത്തുമ്മ ഭാര്യയാണ്. അബ്ബാസ്, കാസിം, ലത്തീഫ്, കരീം, റഷീദ്, റഫീഖ് എന്നിവർ മക്കളാണ്. ഇയാൽ ഉപ്പുപാറ വടക്കേപ്പുറത്ത് ജനാർദ്ദനൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചുമകന്റെ വെട്ടേറ്റ് മുത്തശ്ശൻ കൊല്ലപ്പെട്ടു. ദേശമംഗലം പഞ്ചായത്തിലെ എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളേരിപ്പടി വീട്ടിൽ 76 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. പ്രതി രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ആൽത്തറ സ്വദേശിനി 24 വയസ്സുള്ള ആദിത്യയ്ക്കാണ് പരിക്കേറ്റത്. ബസ് ഡ്രൈവറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിലും അറസ്റ്റ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ചുറ്റമ്പലത്തിനുള്ളിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ ആഘോഷം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ശീവേലി നേരത്തെ പൂർത്തിയാക്കിയ ശേഷം 6 മണിയോടെ ഇല്ലം നിറ ചടങ്ങുകൾ തുടങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.